നമ്മളുടെ തിരുവണ്ണാമല വലിയ ക്ഷേത്രത്തിലാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. നമ്മൾ കയറുന്നത് ഈ ഒരു പ്രദേശത്ത് കൂടിയാണ് കേട്ടോ. ഈ ഒരു കവാടം താണ്ടിയിട്ടാണ് നമ്മൾ കയറുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ബ്രോക്കർമാർ അതുപോലെ ഏജന്റുമാരൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ കവാടത്തേക്ക് കയറുന്നതിന് മുന്നേ ചെരുപ്പുകളൊക്കെ അയച്ചു വെച്ചിട്ട് വേണം കേട്ടോ കയറാനായിട്ട്. തിരുവണ്ണാമല ക്ഷേത്രത്തിന് ഏകദേശം 9 ഗോപുരങ്ങളുണ്ട്. ഈ ഗോപുരങ്ങളിൽ 4 വലിയതാണ് കേട്ടോ. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 25 ഏക്കറോളം വരുന്ന സ്ഥലത്താണ്. തിരുവണ്ണാമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നഗരത്തെ ക്ഷേത്ര നഗരം എന്നും അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തുള്ള രാജഗോപുരത്തിന് 217 അടി കണക്കാക്കുന്നു. തഞ്ചാവൂർ വലിയ ക്ഷേത്രത്തിന്റെ ഗോപുരത്തേക്കാൾ 1 അടി ഉയരം കൂടുതലാണ് ഈ ഗോപുരത്തിന്. ക്ഷേത്രത്തിന്റെ തൊട്ടു ബാക്കിലായി കാണുന്ന മലയുടെ പേരിലാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. ഏകദേശം ആ മലയുടെ കാലപ്പഴക്കം 260 കോടി വർഷം കണക്കാക്കുന്നു. ഇതുപോലെ ഒരുപാട് ബാരിക്കേഡുകൾ ഉണ്ട് കേട്ടോ. വെയിലൊന്നും കൊള്ളൂല, മഴയൊന്നും കൊള്ളൂല. ആളുകൾ കൂടുമ്പോൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാവും ആ തല വരേണ്ടത്. പിന്നെ വേറെയും കുറേ അപ്പുറത്തും കണ്ടിരുന്നിട്ടാ. അതുപോലെ ഒഴിഞ്ഞൊരു സ്റ്റേജ് പ്രദേശമാണ്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വേണ്ട പൊസിഷനിൽ നിർത്താനൊക്കെ കഴിയൂട്ടോ. ഇതാണ് കിഴക്ക് വശത്തുള്ള രാജഗോപുരം. 217 അടി ഉയരം കണക്കാക്കുന്നു. എൻട്രൻസ് ദർശനത്തിലേക്കുള്ളതാണ് കേട്ടോ. ക്രൗഡ് കൂടുമ്പോൾ ലൈനായിട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ കഴിഞ്ഞിട്ട് വെള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഏരിയയിൽ. ഇവിടെ ദർശനത്തിനെല്ലാം ഭയങ്കര ക്യൂ കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഏരിയയിലെ മണ്ഡപത്തിലാണ് മഹർഷി തപസ്സിരുന്നത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു കുട്ടി ഒരു നായ്ക്കുട്ടിയുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ വിളക്കുകൾ കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഒരുപാട് സന്യാസിമാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ പുറത്തുനിന്ന് ഒരു കോർണറിൽ നിന്നും അമ്പലത്തെ കാണുകയാണെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ അമ്പലത്തിൻ്റെ വീക്ഷണം. പിന്നെ പുറത്ത് ഇതുപോലത്തെ ഒരുപാട് സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.